ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഓപ്പറേഷൻ റാവൺ എന്ന് പറയുന്ന ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. ഈ മൂവിയിൽ ഒരു സൈക്കോ കില്ലർ കല്യാണപ്രായം എത്തി നിൽക്കുന്ന കുറെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരെ മൃഗീയമായി കൊന്ന് അവരുടെ ബോഡി ഉപേക്ഷിക്കുന്നു. അങ്ങനെ അവസാനം ആ സൈക്കോ ഇതേപോലെ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നു. എന്നാൽ അങ്ങനെ കാണാതായ ആ പെൺകുട്ടിയുടെ ബോഡി മാത്രം ആർക്കും കിട്ടുന്നില്ല. സോ അതിന് പുറകിലെ ദുരൂഹത എന്താണെന്നൊക്കെ പറയുന്ന ഈ ത്രില്ലിംഗ് മൂവിന്റെ കഥ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പാകാതെ കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് അധികം സമയം കളയാതെ നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് അവളെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങുന്ന ആ സൈക്കോനെ കാണിക്കുവാണ്. ആക്ച്വലി ആ പെൺകുട്ടിയുടെ കല്യാണമായിരുന്നു. അതിനിടയ്ക്കാണ് ഈ സൈക്കോ അവളെ തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ അവളെ ആക്രമിക്കാനും അവളെ കൊല്ലാനും തുടങ്ങുന്ന സമയത്ത് അവൾ ചോദിക്കുവാണ്, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന്. ഈ സമയം സൈക്കോ അവളോടായിട്ടൊരു കഥ പറയുകയാണ്. കുറെ നാളുകൾക്ക് മുമ്പ് ഒരു നാട്ടില് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിനെ ആ നാട്ടില് ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമായിരുന്നു. കുറെ നാള് അവൾ അയാളുടെ പുറകെ നടന്നെങ്കിലും അയാൾ മൈൻഡ് ആക്കുന്നുണ്ടായിരുന്നില്ല. എന്നാലും ആ ഇഷ്ടം വിട്ടുകളയാതെ ആ പെൺകുട്ടി ഒരുപാട് ട്രൈ ചെയ്തു. അങ്ങനെ ഒടുവിൽ ആ പെൺകുട്ടിയുടെ പ്രണയത്തിന് രാജാവ് സമ്മതം മൂളി. അങ്ങനെ നാടും ഭരണവും മാത്രം മനസ്സിലുണ്ടായിരുന്ന രാജാവിന്റെ മനസ്സിലേക്ക് ആ പെണ്ണ് കടന്നു വന്നതോടെ രാജാവ് അടിമുടി മാറുന്നു. എന്നാ പെണ്ണ് ചെയ്യുന്നത് എന്താണെന്നറിയാവോ? ആ ബന്ധം കല്യാണത്തിലേക്ക് എത്തുന്ന സമയം രാജാവിനെ തേച്ചിട്ട് പോവുകയാണ്. അങ്ങനെ തന്നെ ചീറ്റ് ചെയ്തിട്ട് പോയ ആ പെൺകുട്ടിയോട് ഒരുപാട് ദേഷ്യം തോന്നിയ രാജാവ് എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ പ്രണയിച്ച് വഞ്ചിച്ച അവള് ഇനി ജീവിച്ചിരിക്കേണ്ടെന്നുള്ള രീതിയിൽ അവളെ കൊടൂരമായി കൊന്നുകളയുന്നു. അങ്ങനെ ഇപ്പൊ ആ കഥയെല്ലാം ഇപ്പൊ ഈ സൈക്കോ ഈ പെണ്ണിനോട് പറഞ്ഞിട്ട് അന്നാ രാജാവ് ചെയ്ത പോലെ ഇന്ന് നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണെന്ന് അങ്ങനെ പറയുവാണ്. ഇത് കേൾക്കുന്ന ആ പെണ്ണ്, ഈ കഥയുമായിട്ട് എനിക്കെന്താ ബന്ധം, ഞാൻ എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്, എന്നെ എന്തിനാ കൊല്ലുന്നത്, ഇങ്ങനെയൊക്കെ വീണ്ടും ചോദിക്കുന്നു. എന്നാൽ ഇതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ആ സൈക്കോ അതേ സമയം ആ പെണ്ണിനെ അങ്ങ് കൊന്നു കളയുന്നു. എന്നിട്ട് അവളുടെ ബോഡി വെട്ടി നുറുക്കി ഒരു സ്ഥലത്ത് കൊണ്ടേ കളയുകയും ചെയ്യുന്നു. അങ്ങനെ ആ സീനോട് കട്ടെ അടുത്ത സീനിൽ ആനന്ദ് എന്ന് പറയുന്ന നമ്മുടെ നായകനെ കാണിക്കുന്നു. അവനിപ്പോ ഒരു TV ചാനലിലെ ഇന്റർവ്യൂവിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ ഇപ്പൊ അതിന്റെ മാനേജർ അവനെ ഇന്റർവ്യൂ എല്ലാം നടത്തി അവരെ ആ ചാനലിലേക്ക് സെലക്ട് ചെയ്യുന്നു. അതേ TV ചാനലിലെ ഒരു ജേർണലിസ്റ്റ് ആയിട്ടായിരുന്നു നമ്മുടെ നായിക വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആരതി എന്നായിരുന്നു അവളുടെ പേര്. അങ്ങനെ ഇപ്പൊ ഈ TV ചാനലിലേക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്ത നമ്മുടെ നായകനെ അല്ലെങ്കിൽ നായകന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി നായകന്റെ അടുത്തേക്കാണ് മാനേജർ പറഞ്ഞു വിടുന്നത്. രാഷ്ട്രീയക്കാരെന്തെങ്കിലും അഴിമതി നടത്തിയ അതിനെപ്പറ്റി അന്വേഷിച്ച് കണ്ടെത്തി ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കാനായിരുന്നു നായികയ്ക്ക് അവസാനമായിട്ട് മാനേജർ കൊടുത്തിട്ടുണ്ടായിരുന്ന ദൗത്യം. അങ്ങനെ ഇപ്പൊ അതിൽ നായികയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെങ്കിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആനന്ദിനെ എടുത്തോളാൻ മാനേജർ അവളോട് പറയുന്നുണ്ട്. ഇതേ സമയം കൊണ്ട് നമ്മുടെ നായികയാണെങ്കിൽ അവരുടെ നാട്ടിൽ നടന്ന ഒരു അഴിമതിയല്ല കറക്റ്റായി കണ്ടുപിടിച്ച് അതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് എല്ലാം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ മുഖ്യ പങ്കുണ്ടായിരുന്നത് അവിടുത്തെ ഒരു മിനിസ്റ്റർക്കായിരുന്നു. അങ്ങനെ ഇപ്പൊ അത് മാനേജറെ ഏൽപ്പിച്ച് മാനേജർ വഴി അത് സിഇഒയിലേക്ക് എത്തുന്ന സമയം സിഇഒ റിപ്പോർട്ട് പുറത്തു വിടണ്ടെന്ന് പറയുന്നു. കാരണം ആ സിഇഒയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു ആ മിനിസ്റ്റർ. അതുകൊണ്ട് തന്നെ നായിക കണ്ടെത്തിയ റിപ്പോർട്ടെല്ലാം അവരവിടെ ഹൈഡ് ചെയ്യുവാണ്. അതുപോലെ ഈ കാര്യം അവർ മനഃപൂർവ്വം പുറത്തു വിടാത്തയാന്നുള്ള കാര്യം ഒരിക്കലും നായിക അറിയാൻ പാടില്ല. ഇൻ കേസ് നായിക അറിഞ്ഞ ചിലപ്പോൾ ആ ദേഷ്യം കൊണ്ട് അവൾ ഈ വാർത്ത മറ്റേതെങ്കിലും ചാനലിന് കൊടുത്തേക്കാം. അപ്പൊ അത് വീണ്ടും പ്രശ്നമാവും. അതുകൊണ്ട് ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് അവൾക്ക് തോന്നി അവൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് പുതുതായിട്ട് ചാനലിലേക്ക് ജോയിൻ ചെയ്ത ആനന്ദിനെ ഏൽപ്പിക്കാനും സിഇഒ മാനേജറോട് പറയുന്നുണ്ട്. അങ്ങനെ മാനേജർ അതേപോലെ ചെയ്യുന്നു. നായകനോട് ഈ കാര്യം പറയുന്നു. അങ്ങനെ നായകന്റെ കൂടെ കാര്യങ്ങളെല്ലാം പഠിക്കുന്ന പോലെ നിന്ന് നായകൻ സീക്രട്ട് ആയിട്ട് ആ കാര്യങ്ങൾ നോക്കുവാണ്. അങ്ങനെ ആ സീനോട് കെട്ടായ അടുത്ത സീനില് അഴിമതി നടത്തിയതായിട്ട് നായിക ഒരു മിനിസ്റ്ററെ കണ്ടെത്തിയില്ലായിരുന്നോ, അയാളെ കാണിക്കുവാണ്. അയാളുടെ സ്വഭാവം ഒന്നും അത്ര നല്ലതല്ല. അയാൾ ഇതുപോലുള്ള അഴിമതികള് പല സമയത്തായിട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അയാളുടെ അഴിമതികളെല്ലാം കണ്ടെത്തി അയാൾക്കെതിരെ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഇപ്പൊ അയാൾ കൊല്ലാക്കൊല ചെയ്യുവാണ്. ഇനി എനിക്കെതിരെ വരികയോ എനിക്ക് തലവേദന ഉണ്ടാക്കുകയോ ചെയ്ത തന്നെ ബാക്കി വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞ് അയാളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെയിരിക്കുന്ന സമയത്താണ് നമ്മുടെ നായികയാണെങ്കിൽ അവള് കണ്ടുപിടിച്ച റിപ്പോർട്ടിന് ഇതൊരു തീരുമാനമാവാത്തോണ്ട് സിഇഒനെ നേരിട്ട് കാണാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ സിഇഒനെ കണ്ട് നായിക ഇന്ന പോലെ കാര്യങ്ങൾ ചോദിക്കുന്നു. ഈ സമയം സിഇഒ പറയണോ, തന്റെ റിപ്പോർട്ട് ഞാൻ കണ്ടായിരുന്നു. ഇത്രയും വലിയ സ്ഥാനത്തിരിക്കുന്ന ആ മന്ത്രിക്കെതിരെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അത് നമ്മുടെ ചാനലിനെ ബാധിക്കും. സോ ഞാൻ പറഞ്ഞു വരുന്നത് കുറച്ചു നാളും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതിനു വേണ്ട മുൻകരുതൽ കറക്റ്റ് ആയിട്ട് എടുക്കണം. അതാണ് തന്റെ റിപ്പോർട്ട് വരാൻ ഡിലേ ആവുന്നത്. അങ്ങനെ സിഇഒന്റെ ഈ വാക്കുകളെല്ലാം കേൾക്കുന്ന സമയത്ത് നായിക പറയാണ്, അല്ല സാറേ, നാട്ടിൽ നടക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ തന്നെയല്ലേ എന്നെ ഏൽപ്പിച്ചത്, എന്നിട്ട് നിങ്ങൾ തന്നെ ഇങ്ങനെ പറയുന്നത് ശരിയാണോ? ഇത് കേൾക്കുന്ന സിഇഒ വീണ്ടും പറയുവാണ്, എടോ തന്റെ റിപ്പോർട്ട് വരില്ല എന്നല്ല ഞങ്ങൾ പറഞ്ഞത്, അതിന് കുറച്ച് ടൈം എടുക്കുന്ന, എന്തായാലും ഞങ്ങൾ നിനക്ക് തന്ന ഡ്യൂട്ടി നീ കറക്റ്റ് ആയിട്ട് ചെയ്തു. ഇതുപോലെ സെൻസിറ്റീവായ ഒരു കേസും കൂടി ഉണ്ട്. തനിക്കറിയാലോ നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് സീരിയൽ കില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകം ഒരുപാട് പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട്. സോ തനിക്കുള്ള അടുത്ത പ്രോജക്റ്റ് അതാണ്. താൻ ഇതേപോലെ ആക്റ്റീവ് ആയിട്ടൊന്ന് ഇറങ്ങണം. ഈ കേസ് കണ്ടെത്തിയ പോലെ ആ കേസും കണ്ടെത്തണം. ഇത് കേൾക്കുന്ന നായിക ഓക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. ആക്ച്വലി മിനിസ്റ്ററിന്റെ ആ കേസിൽ നിന്ന് നായിക എങ്ങനെയെങ്കിലും ഒന്ന് ഡൈവേർട്ട് ആവാൻ വേണ്ടിയാണ് ഈ സീരിയൽ കില്ലിംഗിന്റെ ഈ കേസ് ഇപ്പൊ സിഇഒ നായികയ്ക്ക് ഇട്ടുകൊടുത്തത്. അങ്ങനെ അയാൾ കരുതിയ പോലെ തന്നെ നായിക ആ കേസുമായിട്ട് ഇറങ്ങുന്നു. അങ്ങനെയിരിക്കുന്ന സമയത്ത് അവിടെ അടുത്തൊരു സ്ഥലത്ത് അതേപോലെ ഒരു പെൺകുട്ടിയുടെ ബോഡിയും കൂടി കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ് ഒരു വാർത്ത വരുന്നു. പോലീസ് എല്ലാം അന്വേഷണം തുടങ്ങിയിരുന്നു. അങ്ങനെ ഈ കാര്യങ്ങൾ അറിയുന്ന നായിക അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി അങ്ങോട്ട് എത്തുവാണ്. ACPയും ബാക്കി പോലീസുകാരെല്ലാം കിട്ടിയ ബോഡി ആരുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് ജീവിത എന്ന് പറയുന്ന ഒരു അമ്മ അവിടേക്ക് വരുന്നത്. അവരുടെ മകള് കുറെ നാളുകൾക്ക് മുമ്പ് കാണാതായിരുന്നു. ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ പെൺകുട്ടിയുടെ ബോഡി തന്റെ മകളുടേതാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ജീവിത എന്ന് പറയുന്ന അമ്മ അവിടേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ ആ ബോഡി എല്ലാം നോക്കിയിട്ട് ആ അമ്മ പറയുന്നു അത് അവരുടെ മകളല്ല എന്ന്. അതിനുശേഷം ജീവിത എന്ന് പറയുന്ന അമ്മ ACPന്റെ അടുത്തേക്ക് എന്നിട്ട്, സാറേ, എന്റെ മകൾ ഇന്ദുവിനെ കാണാതായിട്ട് കുറെ നാളുകളായി, ദയവ് ഇത് എത്രയും വേഗം എന്റെ മകളെ ഒന്ന് കണ്ടെത്തി തരണം, ഇങ്ങനെയെല്ലാം പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നു. അതിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാന്ന് ACP ഉറപ്പും കൊടുക്കുവാണ്. അങ്ങനെ ആ
സീനോട് കെട്ടായ അടുത്ത ദിവസം കാണിക്കുന്നു. മരിച്ച പെൺകുട്ടീനെ ഇപ്പൊ പോലീസുകാരെ ഐഡന്റിഫൈ ചെയ്തു. അവളുടെ വീട്ടുകാരെയും വിവരം അറിയിച്ചു. ഇതൊരു സെൻസേഷണൽ കേസ് ആയതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഇത് വലിയ തലവേനയാവുകയാണ്. അതായത് മുകളിൽ നിന്നൊക്കെ നല്ല പ്രഷർ വരുന്നു. ഒട്ടും വിട്ടുകൊടുക്കാതെ അവർ നല്ല രീതിയിൽ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടിയുടെ മരണത്തില് സംശയം തോന്നുന്ന ആൾക്കാരെ എല്ലാം പോലീസുകാർ പിടിച്ചോണ്ട് വന്ന് വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യുന്നു. ആ കേസിന്റെ കൂട്ടത്തിൽ തന്നെ ACP ആണെങ്കിൽ ജീവിത എന്ന് പറയുന്ന അമ്മ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് കാണാതെ അവരുടെ മകളായ ഇന്ദുവിന്റെ കേസും കൂടി അന്വേഷിക്കുന്നുണ്ട്. ഇന്ദുവിന്റെ വിവാഹ സമയത്തായിരുന്നു അവളെ കാണാതായത്. അങ്ങനെ അവളെ കല്യാണം കഴിക്കാനിരുന്ന വ്യക്തിയെ വിളിച്ചു വരുത്തി അയാൾക്ക് എന്തെങ്കിലും അറിയുമെന്നറിയാൻ വേണ്ടി അയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. എന്നാൽ അയാളിൽ നിന്ന് അവർക്കൊന്നും കിട്ടുന്നില്ല. മാത്രമല്ല അയാൾക്ക് അതിലൊന്നും അറിയത്തുമില്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലാവുന്നു. ഇതുവരെ കാണാതായതില് ഇന്ദുവിന്റെ ഒഴികെ ബാക്കി എല്ലാ പെൺകുട്ടികളുടെയും ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇന്ദുവിന്റെ എന്താ കിട്ടാത്തെന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റീസെന്റ് ആയിട്ട് മരിച്ച പെൺകുട്ടിയില്ലേ അവളുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസുകാർ അയാളെ അന്വേഷിക്കുന്ന സമയം അയാൾ പോലീസുകാരെ കണ്ടുപിടിച്ച് മുങ്ങുവാണ്. ഇത് പോലീസുകാർക്ക് അയാൾ ഒരു ഡൗട്ട് ഉണ്ടാക്കുന്നു. അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്ത് അയാൾ കുറച്ച് ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളാണെന്ന് മനസ്സിലാവുകയാണ്. അതോടുകൂടി പോലീസുകാര് അപ്പൊ പ്രതി അവൻ തന്നെയായിരിക്കും എന്ന് ഉറപ്പിച്ച് അവനെ ഒരുപാട് കഷ്ടപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അവനെ അടിച്ചു പിഴിഞ്ഞ് അവന്റെ തലയിൽ ആ കുറ്റങ്ങളെല്ലാം കെട്ടിവെക്കുകയും ചെയ്യുവാണ്. ആക്ച്വലി അവർക്ക് ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നല്ലോ മോളിൽ നിന്ന്. സോ പ്രതി എന്നും പറഞ്ഞ് ആരെങ്കിലും അവർക്ക് കാട്ടിക്കൊടുക്കണമായിരുന്നു. അങ്ങനെ ഒരു കുറ്റങ്ങളെല്ലാം അയാളുടെ തലയിൽ കെട്ടിവെച്ച് പ്രസ് മീറ്റില് ഇതാണ് പ്രതി എന്നും പറഞ്ഞ് അയാളെ ഹാജരാക്കുന്നു. എന്നാൽ നമ്മുടെ നായികയും ടീമും ഈ കേസിന് പുറകെ ഉണ്ടായിരുന്നല്ലോ. കാര്യങ്ങളുടെ പോക്ക് വെച്ചിട്ട് അവർക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് പോലീസുകാർ യഥാർത്ഥ പ്രതിനെ അല്ല കണ്ടെത്തിയിട്ടുള്ളതെന്ന്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ പ്രതിനെ കണ്ടെത്തണ്ടേ? അതിനുവേണ്ടി നമ്മുടെ നായികൻ ടീമും തുനിഞ്ഞിറങ്ങുന്നു. അങ്ങനെ ഇതുവരെ കാണാത്ത എല്ലാ പെൺകുട്ടികളെയും വീട്ടിലൂടെ പോയിട്ട് അവരതിനെപ്പറ്റി അന്വേഷിക്കുകയാണ്. ആ കൂട്ടത്തില് ജീവിത എന്ന് പറയുന്ന അമ്മേന്റെ വീട്ടിലേക്കും പോയി കാണാതായ അവരുടെ മകളായ ഇന്ദുവിനെ പറ്റി അന്വേഷിക്കുന്നു. കല്യാണത്തലേന്ന് ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഇന്ദു വീട്ടിൽ നിന്ന് പോയതാണ്. പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ഇപ്പൊ അവളെ കാണാതായിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു. പോലീസിൽ കംപ്ലൈന്റ് എല്ലാം കൊടുത്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്നും ഒരു ഹെൽപ്പ് ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ഇതെല്ലാം കേൾക്കുന്ന നായിക ഇനി ഇൻ കേസ് ഇന്ദുവിന് ഉറപ്പിച്ച കല്യാണം ഇഷ്ടമല്ലാഞ്ഞിട്ട് വീട് വിട്ടു പോയതായിരിക്കുമോ? അവൾക്ക് മറ്റേതെങ്കിലും പ്രണയം ഉണ്ടായിരുന്നോ? അതിനെപ്പറ്റി അറിയാവോ അമ്മയ്ക്കെന്ന് ചോദിക്കുന്നു. ഇല്ല, എന്റെ മകൾക്ക് അങ്ങനെ വേറെ പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല. ഉറപ്പിച്ച കല്യാണം ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അവൾ അതിനോട് തുറന്നു പറഞ്ഞേനെ. എല്ലാ കാര്യവും അവൾ എന്നോട് തുറന്നു പറയുമായിരുന്നു. എന്നോടൊന്നും മറച്ചു വെച്ചിരുന്നില്ല. ഇത് അങ്ങനെയല്ല, അവൾക്ക് എന്തോ ഒരു ആപത്ത് സംഭവിച്ചതാണ്. ഇങ്ങനെ ജീവിത എന്ന് പറയുന്ന അമ്മ ഉറപ്പിച്ച് പറയുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നായകൻ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യുവാണ്. അങ്ങനെ ആ സീനോട് കട്ടായി അന്ന് രാത്രി കാണിക്കുന്നു. ഇപ്പൊ നായിക റൂമിൽ ഉറങ്ങി കിടക്കുവാണ്. ഈ സമയം നായകന്റെ റൂമിലേക്ക് കുറച്ച് ആൾക്കാർ വന്ന് അവളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. തലനാരി ഇഴയ്ക്ക് നായിക അവർ ഇന്ന് രക്ഷപ്പെടുന്നു. അടുത്ത ദിവസം രാവിലെ ചാനലിലേക്ക് എത്തിയ നമ്മുടെ നായിക ഈ കാര്യങ്ങളെല്ലാം നായകനോട് ഷെയർ ചെയ്യുന്നു. ഇത് കേട്ട് നായകൻ ആകെ ടെൻഷൻ ആവുകയാണ്. എന്നിട്ട് താനെന്ത് ഇന്നലെ രാത്രി എന്നെ വിളിക്കാത്തെ? എങ്ങനെ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടപ്പോഴേക്കും അവന്മാർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു. വന്നതാരാ? വല്ല പിടുത്തവും കിട്ടിയോ? ഇങ്ങനെ നായകൻ ചോദിക്കുന്ന സമയത്ത് ആരാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചവന്റെ കയ്യിൽ സ്നേഹിക്കിന്റെ ഒരു ടാറ്റു ഉണ്ടായിരുന്നു. അത് ഞാൻ കറക്റ്റ് കണ്ടതാണ്. ഇങ്ങനെ നായിക അവനോട് പറയുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നായകനും കൂടി ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ വേണ്ടി എത്തുവാണ്. അവരിപ്പോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിനെ പറ്റിയെല്ലാം ഇപ്പൊ ആ ഡോക്ടറോട് ഷെയർ ചെയ്തിട്ട് ആ പ്രതി എന്തിനു വേണ്ടിയായിരിക്കും ഇങ്ങനെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അല്ലെങ്കിൽ എന്താണ് അയാളുടെ മോട്ടീവ് എന്ന് ചോദിക്കുന്നു. ആങ്സൈറ്റിയും ഡിപ്രഷനും മൂലമാണ് ആ പ്രതി ഇങ്ങനെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സൈക്കോ ആയി മാറിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം ഈ സമയത്ത് ഡോക്ടറാണെങ്കിൽ നായികയ്ക്കും നായകനും പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം പോലീസുകാര് പ്രതിയാണെന്നും പറഞ്ഞ് അറസ്റ്റ് ചെയ്ത നിരപരാധിയില്ലേ അയാളുടെ വീട്ടിലേക്ക് നായകനും നായികയും പോയിട്ട് എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. എന്നാൽ ഒന്നും തന്നെ കിട്ടുന്നില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് റോഡിൽ കിടക്കുന്ന ഒരു കാറില് ഒരു വ്യക്തി കൈ ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ്. ഈ സമയം ആ വ്യക്തിന്റെ കയ്യിൽ ഒരു ടാറ്റു നായിക ശ്രദ്ധിക്കുന്നു. നായകൻ ഇന്നലെ ആക്രമിക്കാൻ വേണ്ടി അവളെ റൂമിലേക്ക് എത്തിയ ആ വ്യക്തിയായിരുന്നു അത്. കാരണം അയാളുടെ കയ്യിലുണ്ടായിരുന്നത് ആ സെയിം സ്നേഹിക്കിന്റെ ടാറ്റു ആയിരുന്നു. അങ്ങനെ ഇപ്പൊ അവളത് നായകനോട് പറയുന്നു. ഈ കാര്യം കേട്ടത് നായകനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവനെ പിടിക്കണമെന്നും പറഞ്ഞ് കാർ നിർത്തി നേരെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നു. അങ്ങനെ അയാളെ പിടിക്കാൻ തുടങ്ങുമ്പോഴേക്കും അപകടം മനസ്സിലാക്കി അയാളാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. എന്നാലും നായകൻ പുറകെ ചെന്ന് അയാളെ പിടികൂടുന്നു. അങ്ങനെ അയാളെ കൊണ്ട് സത്യങ്ങളെല്ലാം പറയിക്കുവാണ്. ആക്ച്വലി അയാള് അഴിമതിയെല്ലാം നടത്തിയ ആ മിനിസ്റ്റർ ഇല്ലേ അയാളുടെ ആളായിരുന്നു. നായിക ഇയാളെ പറ്റി റിപ്പോർട്ടെല്ലാം തയ്യാറാക്കി ചാനലിന് കൊടുത്ത കാര്യം ആ CEO വഴി ഈ മിനിസ്റ്റർ അറിഞ്ഞായിരുന്നു. സോ നായകനെ തീർക്കാൻ വേണ്ടി അയാൾ ആളെ വിട്ടതാണ്. അങ്ങനെ ഇപ്പൊ ആ ഗുണ്ടയിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ നായകനാണെങ്കിൽ അടുത്ത സീനില് നേരെ ആ മിനിസ്റ്ററെ കാണാൻ വേണ്ടി ചെല്ലുന്നു. എന്നിട്ട് നായകൻ കണ്ടെത്തിയ ഈ കാര്യങ്ങളെല്ലാം നായകൻ ഷെയർ ചെയ്യുന്നു. ആ റിപ്പോർട്ട് തയ്യാറാക്കിയതിന് ആരതിനെ കൊല്ലാൻ താൻ ആളെ വിട്ടുവല്ലേ? ഇത് നോക്കി, കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം എന്റെ കയ്യിലുണ്ട്. ഇങ്ങനെയും പറഞ്ഞ് നായകൻ കുറച്ച് വീഡിയോസ് എല്ലാം അയാൾക്ക് കാട്ടിക്കൊടുക്കുന്നു. ഇത് പുറത്തു വന്നാലും താൻ പേടും. അതുകൊണ്ട് ഇനി മേലെ അതിന് ശ്രമിക്കരുത്. അതായത് ആരതിനെ ഇല്ലാതാക്കാന്നുള്ളൊരു മോഹം ഇനി താൻ കൊണ്ടു നടക്കരുത്. അതിന് ശ്രമിക്കരുത്. കാരണം കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഞാൻ ആരതിനെ പ്രണയിക്കുവാണ്. ഇങ്ങനെല്ലാം പറഞ്ഞ് നായകൻ അയാളെ വരട്ടുന്നു. ഇങ്ങനെ നായകൻ പറയുന്ന സമയത്താണ് നായികയ്ക്ക് വേണ്ടി ഇത്ര റിസ്ക് എടുക്കാനുള്ള കാരണം നമുക്ക് മനസ്സിലാവുന്നത്. അതെ, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായകന്റെ ജൂനിയർ ആയിരുന്നു ആരതി. ആ സമയത്ത് അവിടെ വെച്ച് കണ്ട് നായകൻ അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ അവളോട് പ്രണയം തുറന്നു പറയാനോ അവളെ സെറ്റാക്കാനോ നായകന് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ പഠനമെല്ലാം പൂർത്തിയാക്കി നായിക ഈ ചാനലില് ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഇവിടെയെങ്കിലും എത്തി അവളെ വളച്ചെടുക്കാൻ വേണ്ടിയാണ് നായകൻ ഒരു എംപ്ലോയി ആയിട്ട് ഇവിടേക്ക് എത്തിയത്. അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം കാണിച്ച് അങ്ങനെ ആ സീനോടെ കട്ടാക്കുന്നു. അടുത്ത സീനില് വിവാഹം നടക്കാനിരിക്കുന്ന ഒരു പെൺകുട്ടിനെ കാണിക്കുന്നു. വിവാഹ തലേന്ന് എന്തൊരു അർജന്റ് വന്ന് അവളൊന്ന് പുറത്തു പോവാണ്. ഇതേ സമയത്ത്
നമ്മുടെ ഈ മൂവിയിലെ സൈക്കോ ആ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകുന്നു. അടുത്ത ദിവസം സെയിം പാറ്റേണിൽ ആ പെൺകുട്ടിനെ മരിച്ച നിലയിൽ കണ്ടെത്തുവാണ്. ഓൾറെഡി ഈ കേസുകളിലെല്ലാം പിന്നിലുള്ള വ്യക്തിനെ പോലീസ് കണ്ടെത്തിയായിരുന്നല്ലോ. അപ്പൊ അയാളാണ് പ്രതിയെങ്കിൽ ഇപ്പൊ ഈ കൊല ചെയ്ത് ആരാണെന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവുകയാണ്. അതായത് അവർ കണ്ടെത്തിയത് ഒരു നിരപരാധിയാണെന്ന് ഇവിടെ തെളിയുവാണ്. അങ്ങനെ ഇത് പോലീസുകാർക്ക് വലിയ ബുദ്ധിമുട്ടായി മാറുന്നു. ഇതേ സമയം തന്നെ TV ചാനലിലൂടെ നമ്മുടെ നായികയാണെങ്കിൽ പാവപ്പെട്ട ആ വ്യക്തിനെ കുറ്റവാളിയെന്നും പറഞ്ഞ് ഇത്രയും ദ്രോഹിച്ച പോലീസുകാർക്കെതിരെ നല്ല രീതിയിൽ പ്രതികരിക്കുന്നു. ഒന്നാമതെ മോളിൽ നിന്ന് ഒരുപാട് പ്രഷറായിരുന്നു. നായികന്റെ TV ചാനലിലൂടെയുള്ള ഈ സംസാരം കേൾക്കുന്ന സമയത്ത് ആകെ ദേഷ്യം വരുന്ന പോലീസ് അധികാരി ചാനലിന്റെ ഓഫീസിൽ വന്ന് നായികയായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഈ സമയം മാനേജറും നായകനൊക്കെ കൂടി എങ്ങനെയോ പ്രശ്നം സോൾവ് ചെയ്യുന്നു. അങ്ങനെ ഇത്രയും പ്രശ്നമെല്ലാം ഉണ്ടായാലും നായിക ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നായകൻ അവളെ ചെന്ന് ആശ്വസിപ്പിക്കുന്നു. നായകൻ കൂടെ നിൽക്കുന്നു. അങ്ങനെ അവന്റെ ആ കെയറിംഗ് എല്ലാം അവൾക്ക് ഒരുപാട് ഇഷ്ടമാവുകയാണ്. അങ്ങനെ അവൾക്ക് അവനോട് ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു പോകുന്നു. അങ്ങനെ നമ്മുടെ നായകൻ നായികയെ സെറ്റ് ആവുകയാണ്. ആ സമയത്ത് ആക്ച്വലി നായകൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, അതായത് ഇത്രയും നാളും നായിക അറിയാതെ നായകനെ അവൻ പ്രണയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് വേണ്ടിയാണ് അവൻ വന്നതെന്നൊക്കെ അവനിപ്പോൾ അവളോട് തുറന്നും പറയുന്നു. അങ്ങനെ നായകന്റെ ഇഷ്ടമെല്ലാം ഇത്രത്തോളം അറിയുന്ന സമയത്ത് നായിക അങ്ങനെയാണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാമെന്ന് പറയുന്നു. അങ്ങനെ അവർ കല്യാണം ഉറപ്പിക്കുവാണ്. അങ്ങനെയിരിക്കുന്ന ഒരു ദിവസം നമ്മുടെ നായികയാണെങ്കിൽ ഒരു റെസ്റ്റോറന്റിൽ ഫുഡെല്ലാം കഴിച്ച് കാർ എടുക്കാൻ വേണ്ടി പാർക്കിങ്ങിലേക്ക് വരുന്നു. ഈ സമയം അവിടെ കൂടി വരുന്ന ഒരു കാറിൽ ഒരു മാസ്ക് ധരിച്ച വ്യക്തി നായികനെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നു. ഈ സമയം അന്ന് നായികയുമായിട്ട് ചാനലിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ആ പോലീസ് അധികാരിയില്ലേ, അയാൾ അവിടേക്ക് വരുന്നുണ്ട്. അയാൾ ഇത് കാണുന്നു. അങ്ങനെ അയാള് ആ കിഡ്നാപ്പറെ തടയാൻ ശ്രമിക്കുന്ന സമയം അയാളെ ആ കിഡ്നാപ്പർ ആക്രമിക്കുന്നുണ്ട്. അടുത്ത സീനില് നായിക ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം നായകൻ അറിയുന്നു. അങ്ങനെ ഇപ്പൊ നായകനും പോലീസുകാരെല്ലാം കൂടി നായകനെ അന്വേഷിക്കാൻ തുടങ്ങുവാണ്. നായകനെ കാണാതായ ആ പാർക്കിംഗ് ഏരിയയിൽ CCTV ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ കിഡ്നാപ്പ് ചെയ്യാൻ ഉപയോഗിച്ച കാറിന്റെ നമ്പർ എല്ലാം അവർക്ക് കിട്ടുവാണ്. അങ്ങനെ ഇപ്പൊ ആ രീതിക്ക് എല്ലാ അന്വേഷണം പോകുന്നു. ഇതേസമയം ആ കാറിന്റെ ഡിക്കിയിൽ ബോധമില്ലാതെ കിടക്കുന്ന നായികനെ കാണിക്കുന്നു. കുറച്ചേരം കഴിയുമ്പോൾ നായികയ്ക്ക് ബോധം വരുവാണ്. അപ്പൊ നായികയാണെങ്കിൽ അവളുടെ മൊബൈൽ എടുത്ത് നായകനെ കോൾ ചെയ്യുന്നു. ഈ സമയം നായകനാണെങ്കിൽ അവളെ അന്വേഷിച്ച് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡിക്കിയിലായോണ്ട് തന്നെ താനിപ്പോ എവിടെയാണെന്നുള്ള കാര്യങ്ങളൊന്നും നായികയ്ക്ക് അറിയത്തില്ല. എടി നീ ആ ഡിക്കിയിലെ എന്തെങ്കിലും ആയുധങ്ങളുണ്ടോ നോക്ക്, ഉണ്ടെങ്കിൽ അതെടുത്ത് ആ ഡിക്കി തുറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാനൊക്കെ നായകൻ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ നായിക ചെക്ക് ചെയ്യുന്ന സമയത്ത് അവൾക്ക് അവിടുന്ന് ഒരു സ്ക്രൂ ഡ്രൈവർ കിട്ടുവാണ്. അത് വെച്ച് അവളിപ്പം ആ കാറിന്റെ ബാക്കിലെ ലൈറ്റ് പൊളിക്കുന്നു. എന്ത് അതിലൂടെ കൈയിട്ട് ആരുടെങ്കിലും ഹെൽപ്പ് ചോദിക്കാൻ പറ്റുമോ എന്നൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നായിക ഇപ്പൊ തന്നെ കോൾ ചെയ്തു എന്നുള്ള കാര്യം നായകൻ പോലീസിനെ അറിയിക്കുന്നു. അതുപോലെ അവളുടെ മൊബൈൽ നമ്പർ ട്രാക്ക് ചെയ്യാൻ നായകൻ പറഞ്ഞു കൊടുക്കുവാണ്. അങ്ങനെ പോലീസുകാരെ ട്രാക്ക് ചെയ്ത് അവൾ ഇന്ന സ്ഥലത്തുള്ളതെന്ന് നായകന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഇപ്പൊ നായകൻ ആ ലൊക്കേഷൻ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ഡിക്കി കിടന്നുകൊണ്ട് നായക രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെല്ലാം അവളെ തട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആ കിഡ്നാപ്പർ അറിയുവാണ്. അങ്ങനെ ഇപ്പൊ അയാൾ വണ്ടി നിർത്തി ഇറങ്ങി വന്ന് ഡിക്കി തുറന്ന് നായകനെ ഒരുപാട് ഉപദ്രവിക്കുന്നു. എന്നിട്ട് നായകന്റെ കയ്യിലുള്ള ആ ഫോൺ വാങ്ങി എറിഞ്ഞു കളയുവാണ്. നീ എന്തൊക്കെ ചെയ്താലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലടി എന്ന് അയാൾ പറയുകയും ചെയ്യുന്നു. അതിനുശേഷം നായകനെ അതേ ഡിക്കിയിലിട്ട് പൂട്ടി ഇനി അങ്ങനെ കാറിൽ പോകുന്നത് സേഫ് അല്ലാന്ന് മനസ്സിലാക്കിയ അയാള് ആ കാർ ഒരു കണ്ടെയ്നർ കയറ്റി ആ ഒരു രീതിക്ക് അവിടുന്ന് പോകുന്നു. അങ്ങനെ ആ സീനോടൊക്കെ അടുത്ത സീനിൽ കാണിക്കുന്നത് ആ കില്ലർ നായകനെ അയാളുടെ താവളത്തിലേക്ക് എത്തിക്കുന്നതായിട്ടാണ്. അങ്ങനെ ഇപ്പൊ അവിടെ കൊണ്ടുവന്ന് നായകനെ കെട്ടിവെച്ചതിന് ശേഷം അവളുടെ അടുത്തേക്ക് വന്ന് അയാളുടെ ആ മാസ്ക് റിമൂവ് ചെയ്യുവാണ്. അങ്ങനെ സൈക്കോ കില്ലറെ കണ്ട് നായിക ഞെട്ടി പോകുന്നു. അതാരാണെന്നറിയാവോ, അന്ന് നായിക കാണാതായി ഇന്ദുവിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി ജീവിത എന്ന് പറയുന്ന അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയായിരുന്നല്ലോ. അവിടെ വെച്ച് ജീവിതന്റെ സഹോദരനെ ഇവര് കണ്ടായിരുന്നു. ആ വ്യക്തിയാണിത്. അങ്ങനെ ഇപ്പൊ അയാളെ കണ്ട് നായിക ആകെ ഷോക്കായി പോയി. അങ്ങനെ ഇപ്പൊ നായിക അയാളോട് ചോദിക്കുവാണ് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ എല്ലാം ചെയ്യുന്നതെന്ന്. ഈ സമയം അയാൾ കാര്യങ്ങളെല്ലാം നായികനോട് പറയാൻ തുടങ്ങുവാണ്. ഇയാൾക്ക് 3 വയസ്സുള്ളപ്പം ഇയാളുടെ അച്ഛനും അമ്മയും മരിച്ചുപോയി. അങ്ങനെ അനാഥനായി പോകുന്ന ഇയാളെ റിലേറ്റീവായ ജീവിതയാണ് നോക്കി വളർത്താൻ തുടങ്ങുന്നത്. സ്വന്തം സഹോദരൻ അല്ലെങ്കിലും ആ ഒരു രീതിക്കായിരുന്നു ജീവിത ഇയാളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് ജീവിതയ്ക്ക് ഒരു പെൺകുട്ടി ഉണ്ടാവുന്നു. അതായിരുന്നു ഇന്ദു. സോ ഇയാൾക്ക് ജീവിതയുടെ മകൾ എന്ന് പറഞ്ഞാൽ മുറപ്പെണ്ണാണല്ലോ. അങ്ങനെ പ്രായം എത്തുമ്പോൾ അവളെ കല്യാണം കഴിക്കാന്ന് ഇയാൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ദു വളർന്നു വലുതായി അവൾക്ക് കല്യാണപ്രായം എത്തുമ്പോൾ അവൾക്ക് മറ്റൊരു കല്യാണമാണ് അവർ ഉറപ്പിക്കുന്നത്. അത് അത്രയും നാൾ ഇന്ദുവിനെ മനസ്സിൽ കണ്ടു നടന്ന അയാൾക്ക് വലിയൊരു അടിയായി പോകുന്നു. അങ്ങനെ ഇന്ദുവിന്റെ കല്യാണം ഉറപ്പിക്കുന്നതും അതിന്റെ ചടങ്ങുകളെല്ലാം നടക്കുമ്പോഴും ഇയാൾക്ക് അതൊരു വലിയ ഡിപ്രഷനായി മാറുന്നു. ഒട്ടും സഹിക്കാൻ പറ്റാതായി പോകുന്നു. അങ്ങനെ അയാള് മാനസികപരമായിട്ട് ഒരു ഭ്രാന്തനായി പോവാണ്. അതായത് ഒരു സൈക്കോ ആയി മാറുവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പണ്ടെങ്ങാണ്ടോ കേട്ട ഒരു കഥ അയാൾക്ക് ഓർമ്മ വരുന്നു. അതാ രാജാവിന്റെ കഥയായിരുന്നു. അതിൽ രാജാവിനെ ചീറ്റ് ചെയ്ത പെണ്ണിനെ രാജാവ് കൊല്ലുകയല്ലേ ചെയ്തത്. അപ്പൊ ഇന്ദുവിനെയും അങ്ങനെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകളയാന്ന് അയാൾ വിചാരിക്കുന്നു. അങ്ങനെ കല്യാണത്തലേന്ന് ഇന്ദു ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോകുന്ന വഴിക്ക് അവളെ തട്ടിക്കൊണ്ടുപോയി അവളെ ഇയാൾ കൊന്നുകളഞ്ഞതാണ്. ഇതുവരെ മാനസിക രോഗിയായ ഇയാള് കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന പല പെൺകുട്ടികളും തട്ടിക്കൊണ്ടുവന്ന് ഈ രീതിക്ക് കൊന്നുകളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന നായികനെയും ആ രീതിക്ക് കൊല്ലാൻ വേണ്ടി അയാൾ തുടങ്ങുവാണ്. ഇതേ സമയം തന്നെ ലൊക്കേഷനെല്ലാം അന്വേഷിച്ച് കണ്ടെത്തി കറക്റ്റ് ആയിട്ട് നായകൻ അവിടേക്ക് എത്തുന്നു. അങ്ങനെ നായകനെയും സൈക്കോനെ ഐഡന്റിഫൈ ചെയ്യുവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ പോലീസിനെ വിവരം അറിയിക്കുന്നു. കാര്യം അറിയുന്ന പോലീസ് ജീവിതനെയും കാര്യം അറിയിക്കുന്നു. അങ്ങനെ ജീവിതം പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തുവാണ്. ഈ സമയത്ത് നമ്മുടെ നായകനാണെങ്കിൽ അവിടേക്ക് എത്തി നായകനെ സേവ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ കില്ലറും നായകനും തമ്മിൽ വലിയ ഫൈറ്റ് ഒക്കെ ആവുന്നുണ്ട്. ഇതേ സമയം അവിടേക്ക് എത്തിയ ജീവിതയാണെങ്കിൽ അവിടെ തന്റെ മകളുണ്ടോ എന്ന് അന്വേഷിക്കുന്ന സമയം അവരൊരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നു. അവിടെ ഒരു ചെയറിൽ ആരോ ഇരിക്കുന്നത് പോലെ. അത് ഇന്ദു ആണെന്ന് വിചാരിച്ച് അവരവിടെ ചെന്ന് നോക്കുമ്പോൾ ഇന്ദുവിനെ കൊന്ന് അവളുടെ സ്കൾ അവിടെ വെച്ചിരിക്കുമായിരുന്നു അയാള്. അതിന്റെ ഡ്രസ്സ് കണ്ടതും ജീവിതം ഐഡന്റിഫൈ ചെയ്യുന്നു അത് തന്റെ മകളുടെ സ്കളാണെന്ന്, അവളെ കൊന്നത് ഇയാളാണെന്ന്. അങ്ങനെ ജീവിതം ഒക്കെ തകർന്നു പോകുന്നു. ഇതേ സമയം നായകനെ സേവ് ചെയ്യാൻ വേണ്ടി ആ കില്ലറുമായിട്ട് ഫൈറ്റ് ആവുന്ന നമ്മുടെ നായകൻ ഒരു രീതിക്ക് അയാളെ അടിച്ചിട്ട് നായകനെ നടന്നു പോകാൻ തുടങ്ങുവാണ്.
ഈ സമയം അയാൾ വീണ്ടും എഴുന്നേറ്റ് വന്ന് നായകനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്ക് അത് കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്ന ജീവിതയാണെങ്കിൽ മകളെ കൊന്നത് ഇയാളാണെന്നറിയാലോ, ആ ഒരു ദേഷ്യം കൊണ്ട് അവിടെ കിടക്കുന്ന എന്തോ ഒരു ആയുധം എടുത്ത് അയാളെ കൊല്ലുന്നു. അതോടുകൂടി ഈ ഒരു മൂവി അവസാനിക്കുകയും ചെയ്യുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? ഇനി ഞങ്ങൾ ഇതുപോലുള്ള നല്ല ത്രില്ലിംഗ് മൂവീസ് ആയിട്ട് വരുന്നതായിരിക്കും. ദെൻ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.